ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റിൽ റേഷ്യോ അനാലിസിസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന സിമ്പിൾ പ്രോബ്ലംസ്, ഒന്ന് രണ്ട് ചെറിയ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. എപ്പോഴും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത, അതായത് എപ്പോഴും ചോദ്യപേപ്പറിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ചെറിയ സംഭവങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് സിമ്പിളായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വർക്ക് ഔട്ട് ചെയ്ത് നോക്കുക ഓരോന്നും. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഫ്രം ദി ഫോളോയിങ് ഡീറ്റെയിൽസ് കാൽക്കുലേറ്റ് കറണ്ട് ലയബിലിറ്റി, കറണ്ട് അസെറ്റ്, ക്വിക്ക് അസെറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ. തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് കറണ്ട് ലയബിലിറ്റി, കറണ്ട് അസെറ്റ്, ക്വിക്ക് അസെറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് കറണ്ട് റേഷ്യോ 4:1 തന്നിട്ടുണ്ട്, ക്വിക്ക് റേഷ്യോ 2:1, സ്റ്റോക്ക് 30,000. ഇത് വെച്ചുകൊണ്ട് നമ്മൾ കറണ്ട് ലയബിലിറ്റി, കറണ്ട് അസെറ്റ്, ക്വിക്ക് അസെറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നമുക്ക് ചെറിയ ഡീറ്റെയിൽസ് നമുക്കറിയുന്ന കാര്യമാണ് കറണ്ട് റേഷ്യോ. നമുക്കറിയുന്ന കാര്യമാണ് എന്ത്? കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ കറണ്ട് അസെറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റേഷ്യോ. കറണ്ട് അസെറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റിയാണ് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? ക്വിക്ക് അസെറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റിയാണ്, അല്ലേ? ക്വിക്ക് അസെറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ് കറണ്ട് അസെറ്റ്. കറണ്ട് റേഷ്യോ കറണ്ട് അസെറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ്. ക്വിക്ക് റേഷ്യോ എന്ന് വെച്ചാൽ ക്വിക്ക് അസെറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പോൾ കറണ്ട് അസെറ്റ് നമുക്ക് എന്താണെന്ന് അറിയാം. അപ്പോൾ ക്വിക്ക് അസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വിക്ക് അസെറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസെറ്റ് മൈനസ് സ്റ്റോക്കാണ്. കറണ്ട് അസെറ്റിൽ നിന്ന് സ്റ്റോക്ക് കുറച്ചാൽ കിട്ടുന്നതാണ് ഇത് ക്വിക്ക് അസെറ്റ്. സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻറ്ററി കുറച്ചാൽ കിട്ടുന്നതാണ് ഇത് ക്വിക്ക് അസെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയ മനസ്സിൽ വേണം. ഓക്കെ, അപ്പോൾ നമുക്കിനി ചോദ്യത്തിലേക്ക് വരാം. നമുക്കിവിടെ എന്ത് കണ്ടുപിടിക്കണം? കറണ്ട് ലയബിലിറ്റി, കറണ്ട് അസെറ്റ്, ക്വിക്ക് അസെറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന കാര്യങ്ങൾ കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, സ്റ്റോക്ക് തന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ട കറണ്ട് ലയബിലിറ്റി. അപ്പോൾ ഈ ചോദ്യത്തിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇങ്ങനെ ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇതിൽ കറണ്ട് ലയബിലിറ്റി സീക്വൽ ടു എക്സ് ആയിട്ട് എടുക്കുക. ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ കറണ്ട് ലയബിലിറ്റി എക്സ് ആയിട്ട് എടുക്കുക. ഇവിടെ നമുക്ക് കറണ്ട് ലയബിലിറ്റി എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കറണ്ട് റേഷ്യോയിൽ ഇത് കറണ്ട് അസെറ്റാണ്, കറണ്ട് ലയബിലിറ്റിയാണ്. കറണ്ട് അസെറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ്. ക്വിക്ക് അസെറ്റിൽ ഇത് ക്വിക്ക് അസെറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പോൾ നമ്മളിവിടെ കറണ്ട് ലയബിലിറ്റി രണ്ടിലെയും കറണ്ട് ലയബിലിറ്റി എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞു. കറണ്ട് ലയബിലിറ്റി എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കറണ്ട് അസെറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 4x ആയിരിക്കും. കറണ്ട് അസെറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റേഷ്യോ അല്ലേ? അപ്പോൾ ഇവിടെ എക്സ് എടുത്തു കഴിഞ്ഞാൽ കറണ്ട് അസെറ്റ് എന്താണ്? 4x ആയിരിക്കും. ഇനി കറണ്ട് ക്വിക്ക് അസെറ്റ്, ഇവിടെ കറണ്ട് ലയബിലിറ്റി 1 അല്ലേ? കറണ്ട് ലയബിലിറ്റി എക്സ് ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ക്വിക്ക് അസെറ്റ് എത്തായിരിക്കും? 2x ആയിരിക്കും, അല്ലേ? അപ്പോൾ കറണ്ട് ലയബിലിറ്റി എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കറണ്ട് അസെറ്റ് എന്ന് പറയുന്നത് 4x ആണ്, ക്വിക്ക് അസെറ്റ് എന്ന് പറയുന്നത് 2x ആണ്, അല്ലേ? ക്വിക്ക് അസെറ്റ് എന്ന് പറയുന്നത് 2x ആണ്. ഓക്കെ, ഇനി നോക്കിയാൽ കറണ്ട് അസെറ്റ് എന്ന് പറയുന്നത് കറണ്ട് അസെറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ പറയുന്നു ക്വിക്ക് അസെറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസെറ്റ് മൈനസ് സ്റ്റോക്കാണ്. അപ്പോൾ കറണ്ട് അസെറ്റ് ഈസ് ഈക്വൽ ടു ക്വിക്ക് അസെറ്റ് പ്ലസ് സ്റ്റോക്ക് ആയിരിക്കും, അല്ലേ? ക്വിക്ക് അസെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കറണ്ട് അസെറ്റിൽ നിന്ന് സ്റ്റോക്ക് കുറച്ചാൽ ക്വിക്ക് അസെറ്റ് കിട്ടും. അപ്പോൾ കറണ്ട് അസെറ്റ് എങ്ങനെ കിട്ടും? കറണ്ട് അസെറ്റ് ഈസ് ഈക്വൽ ടു ക്വിക്ക് അസെറ്റ് പ്ലസ് സ്റ്റോക്ക്. ക്വിക്ക് അസെറ്റിൻ്റെ കൂടെ സ്റ്റോക്ക് കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുക? ക്വിക്ക് അസെറ്റിനോട് കറണ്ട് അസെറ്റ് കിട്ടും, അല്ലേ? അപ്പോൾ ഇവിടെ കറണ്ട് അസെറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? കറണ്ട് അസെറ്റ് ഈസ് ഈക്വൽ ടു 4x. കറണ്ട് അസെറ്റ് ഈസ് ഈക്വൽ ടു 4x ഈസ് ഈക്വൽ ടു ക്വിക്ക് അസെറ്റ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? കിട്ടിയിട്ടുണ്ട് 2x പ്ലസ് സ്റ്റോക്ക് എത്രയാണ് ചോദ്യത്തിലുണ്ട്? 30,000, 30,000. ഓക്കെ, അപ്പോൾ കറണ്ട് അസെറ്റ് 4x ഈസ് ഈക്വൽ ടു 2x പ്ലസ് 30,000. ഓക്കെ, ഇനി ഈ 2xനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. 4x മൈനസ് 2x ഈസ് ഈക്വൽ ടു 30,000. 4x മൈനസ് 2x ഈസ് ഈക്വൽ ടു 30,000. 4x മൈനസ് 2x ഈസ് ഈക്വൽ ടു 2x ഈസ് ഈക്വൽ ടു 30,000. 2x ഈസ് ഈക്വൽ ടു 30,000. ഇനി x ഈസ് ഈക്വൽ ടു 30,000 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 15,000, അല്ലേ? x ഈസ് ഈക്വൽ ടു 15,000. x എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് ലയബിലിറ്റിയാണ്. x എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റിയാണ്. അപ്പോൾ കറണ്ട് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു 15,000 ആണ്. കറണ്ട് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു 15,000. ഇനി ഇത് വെച്ചുകൊണ്ട് നമുക്ക് ബാക്കി കണ്ടുപിടിക്കാം. കറണ്ട് അസെറ്റ് ഈസ് ഈക്വൽ ടു 4x ആണ്. 4x എന്ന് പറയുമ്പോൾ എക്സ് എത്രയാണ്? 15,000 ആണ്. അപ്പോൾ 4 ഇൻറ്റു 15,000, 4 ഇൻറ്റു 15,000 എത്ര വരും? 60,000 വരും. ഓക്കെ,
ഇനി ക്വിക്ക് അസറ്റ് ഈസ് ഈക്വൽ ടു 2x ആണ്. ക്വിക്ക് അസറ്റ് 2x ആണ്, ഈസ് ഈക്വൽ ടു 2 × 15,000. 2 × 15,000 ഈസ് ഈക്വൽ ടു 30,000. ഓക്കെ, ക്വിക്ക് അസറ്റ് 13,000. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? വർക്കിംഗ് ക്യാപിറ്റൽ ഇക്വേഷൻ എന്താ? വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി രണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. കറണ്ട് അസറ്റ് 60,000 മൈനസ് കറണ്ട് ലയബിലിറ്റി 15,000 ഈക്വൽ ടു 45,000 ആണ്. ഓക്കെ, ഈക്വൽ ടു 45,000. ഓക്കെ, ഇതേപോലെ എന്ത് ചെയ്യുക? ഇതേപോലെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഫ്രം ദി ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് കാൽക്കുലേറ്റ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. ടേൺ ഓവർ റേഷ്യോ എപ്പോഴും ചോദിച്ചു വരുന്നതാണ്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ മിക്കവാറും കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാം. ഐറ്റം തന്നിട്ടുണ്ട് നമുക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് 40,000, പർച്ചേസ് 1,20,000, ക്യാരേജ് ഓൺ പർച്ചേസ് 10,000, സെയിൽസ് 2 lakh ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് 30,000 തന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കണം. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയുടെ ഇക്വേഷൻ നോക്കുക. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഈക്വൽ ടു സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയുടെ ഇക്വേഷൻ എന്താ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് divided by average stock. Cost of goods sold divided by average stock. Stock turnover ratio cost of goods sold divided by average stock ആണ്. ഓക്കെ, ഇനി കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡും ആവറേജ് സ്റ്റോക്കും അത് നമുക്ക് നേരിട്ട് തന്നിട്ടില്ല. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കണ്ടുപിടിക്കണം. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഇക്വേഷൻ. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. Okay, cost of goods sold is equal to opening stock plus purchases plus direct expense minus closing stock. അപ്പോൾ ഇവിടെ നമുക്കെല്ലാം തന്നിട്ടുണ്ട്. ഏതൊക്കെ തന്നിരിക്കുന്ന? ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 40,000. ഓപ്പണിംഗ് സ്റ്റോക്ക് 40,000 പ്ലസ് പർച്ചേസ് തന്നിട്ടുണ്ട് 1,20,000. പർച്ചേസ് 1,20,000 പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാൻ ഇവിടെ തന്നിരിക്കുന്നത് ഏതാ? ഇവിടെ തന്നിരിക്കുന്നത് ക്യാരേജ് ഓൺ പർച്ചേസ് ആണ് അല്ലേ? പർച്ചേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുള്ള എക്സ്പെൻസിനെ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയും. അപ്പോൾ ക്യാരേജ് ഓൺ പർച്ചേസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് ഇവിടെ തന്നിരിക്കുന്നത് ഏതാ? ക്യാരേജ് ഓൺ പർച്ചേസ് 10,000 തന്നിട്ടുണ്ട്. അപ്പോൾ 10,000 പ്ലസ് പിന്നെ 10,000 മൈനസ് അല്ലേ? മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് 30,000. ഓക്കെ, അപ്പം ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 40, 1,20,000, 1,60,000, 1,70,000 മൈനസ് 30,000 എത്ര വരും? 1,40,000. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് എത്ര വരും? 40,000 വരും. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് 40,000. ഇനി നമുക്ക് ഏവറേജ് സ്റ്റോക്ക് കിട്ടണം. ഏവറേജ് സ്റ്റോക്ക് നമുക്ക് നേരിട്ട് തന്നില്ല, പകരം ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്. അപ്പോൾ ഏവറേജ് സ്റ്റോക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് 40,000 പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് 30,000 ഡിവൈഡ് ബൈ 2. 40,000 പ്ലസ് 30,000 അപ്പോൾ 70,000 ഡിവൈഡ് ബൈ 2 എത്ര കിട്ടും? 35,000 വരും. ഓക്കെ, 35,000 വരും. ഓക്കെ, ഏവറേജ് സ്റ്റോക്ക് 35,000. ഇനി സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, സ്റ്റോക്ക്
ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നമുക്ക് എത്ര കിട്ടിയേ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 1,40,000 അല്ലേ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 1,40,000 ഡിവൈഡഡ് ബൈ ഏവറേജ് സ്റ്റോക്ക് 35,000 അല്ലേ? 1,40,000 ഡിവൈഡ് ബൈ 35,000 എത്ര വരും? 1,40,000 ഡിവൈഡ് ബൈ 35,000 എത്ര കിട്ടും? 4 ടൈംസ്. അതായത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ നമ്മൾ എന്തെങ്കിലും പറയുക? ടൈംസിലാണ് പറയുക. ഓക്കെ, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ നമ്മൾ ടൈംസിലാണ് പറയുക. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എത്ര കിട്ടുക? 4 ടൈംസ് കിട്ടും. ഇനി സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന മറ്റൊന്നാണ് സ്റ്റോക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സ്റ്റോക്ക് വെലോസിറ്റി എന്താ? സ്റ്റോക്ക് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടൈംസ്. ഇറ്റ് ക്യാൻ ഓൾസോ ബി എക്സ്പ്രസ്ഡ് ഇൻ ഡേയ്സ് ഓർ മന്ത്സ്. അത് നമുക്ക് ഒന്നുകിൽ ഡേയ്സോ അല്ലെങ്കിൽ മന്തിലോ കൂടെ പറയാം. അങ്ങനെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഡേയ്സിലോ അല്ലെങ്കിൽ മന്തിലോ പറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റോക്ക് വെലോസിറ്റി എന്ന് പറയാം. അപ്പോൾ സ്റ്റോക്ക് വെലോസിറ്റി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത്സ് ഇൻ എ ഇയർ. സ്റ്റോക്ക് വെലോസിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത്സ് in a year, number of days or months in a year divided by stock turnover ratio in times. Number of days or months in a year divided by stock turnover ratio in times. Number of days or months in a year. ഒരു വർഷത്തിൽ 365 ദിവസം ഉണ്ടാവും, 12 മാസം ഉണ്ടാവും അല്ലേ? അപ്പം ദിവസത്തിലാണ് കാണുന്നതെങ്കിൽ നമ്മൾ 365 ദിവസം എടുക്കുക. മാസത്തിലാണ് പറയേണ്ടതെങ്കിൽ മാസം എടുക്കുക. ഓക്കെ, 365 അല്ലെങ്കിൽ 12 ഡിവൈഡഡ് ബൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇൻ ടൈംസ്. അപ്പോൾ നമ്മളെങ്ങനെ സ്റ്റോക്ക് വെലോസിറ്റി കണ്ടുപിടിക്കും? സ്റ്റോക്ക് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 365 ഡേയ്സ് അല്ലേ? 365 ഡിവൈഡഡ് ബൈ ടൈം. നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇൻ ടൈമിൽ 4 അല്ലേ? അപ്പോൾ 365 ഡിവൈഡഡ് ബൈ 4. 365 ഡിവൈഡ് ബൈ 4 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കൂട്ടിയാൽ എത്ര കിട്ടും? 365 ബൈ 4 91 ദിവസം, 91 ഡേയ്സ് അല്ലേ? റൗണ്ട് ഓഫ് ചെയ്താൽ 91 ഡേയ്സ് വരും. ഇനി ഡേയ്സിലാണ് പറയുന്നതെങ്കിൽ മന്ത്സിലാണ് പറയുന്നതെങ്കിൽ 12 മാസമാണ് ഉണ്ടാവുക. 12 ഡിവൈഡഡ് ബൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇൻ ടൈംസ് എത്ര വരും? 4 വരും. അപ്പോൾ എത്ര കിട്ടും? 3 മന്ത്സ് വരും. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് വെലോസിറ്റി അതുകൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക, ശ്രദ്ധിച്ച് ചെയ്ത് നോക്കുക. ഓക്കെ.